ഇടുക്കി രാജാക്കാടിന് സമീപം 80-കാരി മറിയക്കുട്ടിയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ കൊച്ചുമകനും പെൺസുഹൃത്തും അറസ്റ്റിലായി. മറിയക്കുട്ടിയുടെ കൊച്ചുമകൻ സൈബു തങ്കച്ചൻ, സുഹൃത്ത് അനില ജോസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരുടെ കൂട്ടാളിയായ മറ്റൊരു സ്ത്രീയെ കോട്ടയത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മൂന്ന് പ്രാവശ്യം അരിവ കൊണ്ട് കഴുത്തെ വെച്ച് ശവം കാണുമെന്ന് പറഞ്ഞു. നമ്മൾ പേടിച്ച് വിറച്ചു. കഴുത്തെ കിടന്ന മാല ഊരിയെടുത്ത് മോതിരയെല്ലാം ഊരിയെടുത്ത് ആ പെട്ടിയിൽ ഒരുപാട് സ്വർണ്ണം ഇരിപ്പുണ്ടാകും. കമ്മല അതും എല്ലാം എടുത്ത് ഇത്ര പൈസയും ഉണ്ടെന്ന് തരുവോ എന്തെങ്കിലും ചെയ്യണ്ട മക്കളെ. അമ്മ പേടിച്ചു പോയി. അമ്മ വിറച്ചിട്ട് എനിക്ക് നടക്കുന്നില്ല മക്കളെ. കഴിഞ്ഞ 16-നാണ് നടുമറ്റം പാലക്കുന്നിൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘം വീട്ടിൽ അതിക്രമിച്ച് കയറി വീട്ടിലുണ്ടായിരുന്ന മറിയക്കുട്ടിയെ തുണി ഉപയോഗിച്ച് മേശയിൽ ബന്ധിക്കുകയായിരുന്നു. മറിയക്കുട്ടിയുടെ 3 മോതിരങ്ങളും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപയും മോഷ്ടാക്കൾ അപഹരിച്ചു. രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷണ സംഘത്തിൽ ഉൾപ്പെട്ട സരോജയെ കോട്ടയത്തു നിന്നും അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മറിയക്കുട്ടിയുടെ കൊച്ചുമകൻ സൈബുവെന്ന് കണ്ടെത്തിയത്. സൈബുവിനെയും കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയായ പെൺസുഹൃത്ത് അനിലയെയും പാലക്കാട് നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടാവ് കൊച്ചുമകനാണെന്നറിഞ്ഞതിന്റെ ആഘാതത്തിലാണ് മറിയക്കുട്ടി. ഭയങ്കര വിഷമായി പോയി. കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല ഇന്നലെ. എറണാകുളത്ത് നിന്ന് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മെ കൊല്ലാൻ വിട്ടപ്പോൾ എന്നാ ചെയ്യുന്നു മാനെ. വീട്ടിൽ ശവം കാണുമെന്ന് അറിഞ്ഞ് 2-3 പ്രാവശ്യം അരിവായും കഴുത്താൽ കൊണ്ട് വെച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ച് കെട്ടിയിട്ട് വെച്ചു. ഇതെല്ലാം അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുമെന്ന്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി.